നമസ്കാരം. പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ, ഏവർക്കും സുഖമല്ലേ? അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ടീച്ചർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. 8ാം ക്ലാസ് ഡിയിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനാണ് നിങ്ങളുടെ അമ്പിൾ ടീച്ചർ. ബയോളജിയാണ് ടീച്ചറുടെ വിഷയം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്കൊന്ന് കടക്കാം. ശരി. ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ. ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് എന്ന് വെച്ചാൽ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. ഈ കുഞ്ഞറ എന്ന് പറയണത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏതാണ്ടൊരു ധാരണയുണ്ടാവും. കുഞ്ഞറ എന്ന് വെച്ചാൽ സെൽ അഥവാ കോശം. Then what cell? Cell is the structural and functional basic unit of life. അല്ലേ? നമ്മളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ടീച്ചർ ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് 5ാം ക്ലാസ് തൊട്ടിട്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെല്ലിനെ നമുക്ക് കാണാനായിട്ട്, അതായത് ഈ കോശത്തിനെ നമ്മൾ സാധാരണ കണ്ണുകൊണ്ട് നിരീക്ഷിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല എന്ന് നമുക്കറിയാം. സോ നമുക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായം നമുക്ക് വേണം. അതിനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുക, അല്ലേ? മൈക്രോസ്കോപ്പ് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് ടു മാഗ്നിഫൈ ദ ഒബ്ജക്ട്സ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ടീച്ചർ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, വിക്ടേഴ്സ് ചാനലിൽ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ടീച്ചർ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കണു. നിങ്ങളത് പഠിക്കണം, നോട്ടിലേക്ക് എഴുതണം. ശരി. ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു വർക്കാണ് മൈക്രോസ്കോപ്പ്. ഇത് ടീച്ചർ ഒരു വർക്ക് ഷീറ്റായിട്ട് നിങ്ങൾക്ക് മുന്നേ തന്നിട്ടുള്ളതാണ്. ഈ മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ്, വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ മൈക്രോസ്കോപ്പ്? നമുക്കറിയാം, സെല്ലിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് മൈക്രോസ്കോപ്പ് വേണം. അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ പാഠം തുടങ്ങുന്നത് തന്നെ. നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ മൈക്രോസ്കോപ്പൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ച് തന്ന് അതിൻ്റെ ഓരോ പാർട്സൊക്കെ തൊട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാട്ടോ. ഇപ്പം നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ല നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ശരി. അപ്പോൾ പാർട്സ് ഒന്നുകൂടി പറയാം. വാട്ട് ആർ ദി പാർട്സ് ഓഫ് എ മൈക്രോസ്കോപ്പ്? ദർ ആർ 6 പാർട്സ്. ദെൻ വാട്ട് ആർ ദി? ഫസ്റ്റ് വൺ ഐപീസ്, ദെൻ സെക്കൻഡ് വൺ നോബ്സ്, ദെൻ തേർഡ് വൺ ഒബ്ജക്റ്റീവ് ലെൻസ്, then stage and clip, condenser and last one mirror. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 6 ഭാഗങ്ങൾ, അല്ലേ? ദെൻ നെക്സ്റ്റ് പേജിൽ വരുന്ന 2 ഇൻഡിക്കേറ്റേഴ്സ് അവിടെ പറയുന്നുണ്ട്. വൈ ഈസ് എ മിറർ ഫിക്സ്ഡ് ഇൻ എ മൈക്രോസ്കോപ്പ്? മൈക്രോസ്കോപ്പിൽ മിറർ എന്തിനാണ് നമുക്കറിയാം. ടു റിഫ്ലക്ട് സൺലൈറ്റ്. അതാണ് നമ്മൾ അതിൻ്റെ ആൻസർ. നമുക്ക് എല്ലാവർക്കും അറിയാം, സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടാണ് മിറർ. Then second indicator, why do we use a slide made of glass to place the material to be observed? എന്തിനാണ് ഗ്ലാസ് കൊണ്ടുള്ള സ്ലൈഡ് തന്നെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. സ്ലൈഡ് ഗ്ലാസ് കൊണ്ടായാലേ അത് പ്രകാശത്തെ കടത്തിവിടുള്ളൂ. അതായത് ഗ്ലാസ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് സ്ലൈഡുകൾ ഗ്ലാസ് കൊണ്ട് തന്നെ നിർമ്മിച്ചു എന്നുള്ളത്. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും നിങ്ങളുടെ നോട്ട്ബുക്കിൽ കാണണം, ഇൻഡിക്കേറ്റേഴ്സ് കാണണം, അതിൻ്റെ ആൻസറും കൂടി എഴുതണം. ദെൻ പിന്നീട് വരുന്ന ഒരു ഭാഗം ഇവിടെ പറയുന്നത്, ലെറ്റ് us prepare the observation material. ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളിലേക്ക് വന്നാൽ ടീച്ചർ ഇത് നിങ്ങളെക്കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും ചെയ്യിപ്പിക്കും. ഈ ഒരു ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. ഇത് പ്രാക്ടിക്കലാണ്. 8ാം ക്ലാസ്സിലെ ആദ്യത്തെ പ്രാക്ടിക്കലാണ്. നല്ല രസമാണിത്. ഇതൊരു വാഴയുടെ വേരെടുത്ത് നമ്മൾ അതിൻ്റെ സെക്ഷൻ കട്ട് ചെയ്ത് ഏറ്റവും നേർത്ത ക്രോസ് സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് അത് ഒബ്സർവ് ചെയ്യുക. ഇതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. 8 സ്റ്റെപ്പായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡീഹൈഡ്രേഷൻ തടയാൻ വേണ്ടിയിട്ട് അത് വെള്ളത്തിലിടണു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ അവിടെ തിൻ ക്രോസ് സെക്ഷൻ ഓഫ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. അതായത് ക്രോസ് സെക്ഷൻ എടുക്കുന്നു. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നേർത്ത സെക്ഷൻ. നമ്മൾ വെണ്ടയ്ക്കൊക്കെ അരിയില്ലേ, ഏറ്റവും നേർത്ത സെക്ഷനായിട്ട്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
പിന്നീട് നമ്മളത് ഒരു പെട്രി ഡിഷിൽ ചെറിയൊരു പാത്രമാണ്, അതിനകത്തേക്ക് ഇടുന്നു. ഒരു ബ്രഷ് കൊണ്ട് പതുക്കെ ഒന്ന് നമ്മൾ അതിനെ തോണ്ടി സ്ലൈഡിൽ വെക്കുന്നു. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ചില്ലിൻ്റെ ഒരു കഷ്ണമാണ് കേട്ടോ. അതാണ് മൈക്രോസ്കോപ്പിൻ്റെ ആ സ്റ്റാൻഡിൽ വെക്കുന്ന സാധനത്തെയാണ് നമ്മൾ സ്ലൈഡ് എന്ന് പറയുക. അതുമേലാണ് നമ്മൾ ഒബ്സർവേഷൻ മെറ്റീരിയൽ വെക്കുന്നത്, അതായത് ആ ക്രോസ് സെക്ഷൻ വെക്കുന്നത് ഈ സ്ലൈഡിൻ്റെ മുകളിലാണ് കേട്ടോ. ഇനി അവിടെ സ്റ്റെയിൻ ചേർക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതാണ് ഇവിടെ സ്റ്റേജ് 4 ആയിട്ടൊക്കെ പറയണത്. സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ സെല്ലിന് കളർ കൊടുക്കുന്ന ഒരു മഷി പോലെയുള്ളൊരു സംഭവമാണ്. സഫ്രാനിൽ നിന്നുള്ളൊരു സ്റ്റെയിനാണ് സാധാരണ നമ്മൾ പ്ലാന്റ് സെല്ലുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സഫ്രാനിൽ നിന്നുള്ള സ്റ്റെയിൻ നമ്മൾ ചേർക്കണം. അങ്ങനെയാകുമ്പോൾ ക്ലീനായിട്ട് നമുക്ക് സെല്ലുകളെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം ചെയ്തതിന് ശേഷം പതുക്കെ നമ്മൾ ആ ബ്രഷ് കൊണ്ട് തോണ്ടിയെടുത്ത് ആ സ്ലൈഡിനകത്തേക്ക് വെക്കുന്നു. മീതെ ഒരു കവർ സ്ലിപ്പ് ഇടുന്നു. ഇതിനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കുന്നു. ഇത്രയുമാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ. ഇവിടെയുള്ള ഈ സ്റ്റെപ്പുകൾ ചെറിയൊരു ധാരണ ഉണ്ടാക്കണം, അത്രേ വേണ്ടൂ. ഇത് നമ്മൾ ക്ലീനായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആരും തന്നെ പേടിക്കേണ്ട, വിഷമിക്കേണ്ട. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ നമുക്ക് സെല്ലുകളുടെ അതിൻ്റെ ഹിസ്റ്ററിയാണ്, മൈൽ സ്റ്റോൺസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇവിടെ വരുന്നത്. കുറച്ച് സയൻസിൽ നമ്മളിവിടെ പരിചയപ്പെടുന്നു, അത്രയേ ഉള്ളൂ. റോബർട്ട് ഹുക്ക് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഹു ഡിസ്കവേർഡ് സെൽ എന്ന് പറഞ്ഞ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. റോബർട്ട് ഹുക്ക് ആദ്യം തന്നെ കാണുന്നത് റോബർട്ട് ഹുക്കിനെയാണ്. ദെൻ പിന്നീട് താഴെ വരുന്നവരാണ് റോബർട്ട് ബ്രൗൺ. ഹി ഡിസ്കവേർഡ് ദ ന്യൂക്ലിയസ്. ദ സെൻറ്റർ ഓഫ് ദ സെൽ ഈസ് നോൺ ആസ് ന്യൂക്ലിയസ് അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ് അത്. സെല്ലിൻ്റെ മധ്യഭാഗത്തിൽ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസ് ഇതിൽ പേര് ആദ്യമായിട്ടിട്ടത് റോബർട്ട് ബ്രൗൺ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. ദ നെക്സ്റ്റ് വൺ എം.ജി. ശ്രീധരൻ. ദ പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. അതായത് പ്ലാന്റ് ബോഡി, അതായത് സസ്യശരീരം സെല്ലുകളാൽ നിർമ്മിതമായിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ദ നെക്സ്റ്റ് വൺ ഇദ്ദേഹമാണ് തിയോഡർ ഷ്വാൻ. തിയോഡർ ഷ്വാൻ എന്താ നമുക്ക് പറഞ്ഞതെന്നറിയോ? ആനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. അതായത് ആനിമൽ ബോഡി, മൃഗശരീരം, ജന്തുക്കളുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. ദ നെക്സ്റ്റ് വൺ റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ന്യൂ സെൽസ് ആർ എറേസിംഗ് ഫ്രം ദ എക്സിസ്റ്റിംഗ് സെൽ. അതായത് എക്സിസ്റ്റിംഗ് സെൽ എന്ന് പറഞ്ഞാൽ മാതൃ സെല്ലുകളും മാതൃകോശം, ആ മാതൃകോശത്തിൽ നിന്നാണ് പുത്രികാ കോശങ്ങൾ, ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഇതിവിടെ കൃത്യമായിട്ട് ഓരോ സയൻറ്റിസ്റ്റുകളുടെ ചിത്രം, പേര്, ഇയർ അതായത് വർഷം എന്നിവ സഹിതം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ടീച്ചർ ഒന്നുകൂടി ഒന്ന് സമ്മറൈസ് ചെയ്യുന്ന ഈ ഒരു പേജ്, ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട ഒരു വർക്കാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒന്നുകൂടി ഒന്ന് പറയാം. റോബർട്ട് ഹുക്ക്, he discovered the cells. Then Robert Brown, he discovered the nucleus. Then M.G. Schleiden discovered the plant cells. Then Theodor Schwann discovered the animal cells. Then Rudolf Virchow discovered the new cells are arising from the existing cell. Clear? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേജിനകത്ത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പേജിലെ സെൽ തിയറി ആണ്. സെൽ തിയറി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, വാട്ട് ഈസ് സെൽ ആൻഡ് ഇവിടെ വരുന്നത് ഫങ്ഷൻ ഓഫ് സെൽസ്. ഇത്രയാണ്. ടീച്ചർ സെല്ലിനെ കുറിച്ച് പറയാം, സെൽ തിയറി എന്താണെന്ന് പറയാം. സെൽ തിയറിയിൽ വരുന്നത് ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ദെൻ സെക്കൻഡ് പോയിന്റ് വരുന്നത് സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസംസ്. അതായത് എല്ലാ ഓർഗാനിസത്തിൻ്റെയും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ബേസിക് യൂണിറ്റ് ആണ് ഈ സെല്ല് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. 5ാം ക്ലാസ് മുതലേ നമ്മൾ ഈ സെല്ല് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ, അത്രയും തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലെ ഫങ്ഷൻ ഓഫ് സെൽസ്. എന്താണ് സെല്ലിൻ്റെ ഫങ്ഷൻ? 3 പോയിന്റ്സ് ആണ് അവിടെ വരുന്നത്. ഫസ്റ്റ് പോയിന്റ് റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്. സെക്കൻഡ് പോയിന്റ് സിന്തസൈസ് ബയോമോളിക്യൂൾസ്. തേർഡ് പോയിന്റ് റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. ഫസ്റ്റ് പോയിന്റ് ഒന്ന് ടീച്ചർ പറയാം. റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അന്യ വസ്തുക്കളെ, അതായത് നമ്മുടെ സെല്ലിനകത്തേക്ക് എത്തുന്ന അന്യ വസ്തുക്കളെ റെസിസ്റ്റ് ചെയ്യുക. റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധിക്കുക അല്ലേ. അതിന് തടയാനായിട്ടൊരു ശേഷി നമ്മുടെ ഓരോ സെല്ലിനും ഉണ്ടെന്നാണ് പറയുന്നത്. അത് സെല്ലിൻ്റെ ഒരു ഫങ്ഷനാണ്. ദെൻ സെക്കൻഡ് പോയിന്റ് സിന്തസൈസ് ബയോമോളിക്യൂൾസ്. ഈ പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സിന്തസൈസ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക, സിന്തസൈസ് ബയോമോളിക്യൂൾസ്. ദെൻ തേർഡ് പോയിന്റ്
റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, ആ ഭക്ഷണത്തിൽ നിന്നൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതെല്ലാം അതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇവിടെ സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുകയാണ്. അങ്ങനെ റിലീസ് എനർജി ഫ്രം ദ ന്യൂട്രിയൻസ്. ഇങ്ങനെ 3 പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ പറയണത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് resist foreign particles, then second point synthesize biomolecules, then third point release energy from nutrients. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ദെൻ തൊട്ട് താഴെ നമ്മളിവിടെ പ്ലാന്റ് സെല്ലിനെ വിശദമായിട്ടൊന്ന് കാണണം. ഒരുപാട് മെമ്പേഴ്സ് ഈ സെല്ലിനകത്ത് ഉണ്ട് കേട്ടോ. ഈ സെല്ലിനകത്ത് നോക്കും, കുറേ മെമ്പേഴ്സിനെ നമുക്ക് കാണാം. ഇതിനെല്ലാം നമ്മൾ പറയുന്ന പേരാണ് സെൽ ഓർഗനൽസ്. എന്താ പേര് പറയുക? സെൽ ഓർഗനൽസ്. നമുക്കറിയാം, നമ്മുടെ പാഠത്തിൻ്റെ ടോപ്പിക് തന്നെ, ടൈറ്റിൽ തന്നെ എന്താണ്? കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, അതായത് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബർ അല്ലേ? ഇതൊരു ചേംബർ ആണ് അല്ലേ? നമ്മുടെ ഒരു ബോക്സ് ആണ്. ഇതിനകത്ത് എന്തെന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കിക്കോളൂ. നമുക്കറിയാം, ഒരു പേന, പെൻസില്, റബ്ബർ അല്ലേ, കട്ടർ, സ്കെയില്, ഇങ്ങനെ ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട് അല്ലേ? അതേപോലെയാണ് ഇത്രേ ഒരു സെല്ല്. ആ സെല്ലിനകത്ത് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ദേ ആർ കോൾഡ് സെൽ ഓർഗനൽസ്. ഈ ഓരോ സെൽ ഓർഗനൽസിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്. ദെൻ ഫസ്റ്റ് സെൽ ഓർഗനൽ നമ്മൾ പരിചയപ്പെടുന്നു. ദാറ്റ് ഈസ് മൈറ്റോകോൺഡ്രിയോൺ. മൈറ്റോകോൺഡ്രിയോൺ ഈസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ. അതായത് ഒരു സെല്ലിന് ആവശ്യമായിട്ടുള്ള എനർജി കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പറഞ്ഞ മൈറ്റോകോൺഡ്രിയോൺ. ദെൻ നെക്സ്റ്റ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇറ്റ്സ് കോൾഡ് സൈറ്റോസ്കെലിറ്റൻ. സൈറ്റോസ്കെലിറ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഷേപ്പ്, ആകൃതി കൈവന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് അസ്ഥികൂടുള്ളത് കൊണ്ടാണ്, സ്കെലിറ്റൻ ഉള്ളത് കൊണ്ടാണ് അല്ലേ? അപ്പം അതുപോലെ സെല്ലിൻ്റെതായിട്ടുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് അല്ലേ? ആ ഒരു ഷേപ്പ് വന്നത് ഈ പറഞ്ഞ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നുള്ള സെൽ ഓർഗനൽ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതിന് സൈറ്റോസ്കെലിറ്റൻ എന്നുള്ള ഒരു പേര്. കൂടാതെ തന്നെ അത് പാസേജ് ഇൻ ദ സെൽ, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ, ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് നടത്തുന്നതും സൈറ്റോസ്കെലിറ്റൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതുമായിട്ടുള്ള സെൽ ഓർഗനലാണ് ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ സെൽ ഓർഗനലാണ് റൈബോസോം. റൈബോസോം ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അതായത് പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ പേജിലായിട്ട് 3 സെൽ ഓർഗനൽസിനെ പരിചയപ്പെട്ടു. മൈറ്റോകോൺഡ്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് റൈബോസോം. ദെൻ നെക്സ്റ്റ് പേജിലേക്ക് വന്നാൽ നമുക്ക് കാണാം വാക്യൂൾ. വാക്യൂൾ അഥവാ മലയാളത്തിൽ നമ്മൾ ഫേനം എന്ന് പറയും. ഇതിൻ്റെ 2 പോയിന്റ് ഇവിടെ വരുന്നുള്ളൂ. അതിൻ്റെ ഫങ്ഷൻ അവിടെ പറയുന്നത് എക്സസ് ആയിട്ടുള്ള ജലകണങ്ങളെ, അതായത് ഇറ്റ് സ്റ്റോർ എക്സസ് വാട്ടർ എന്നാണ് അവിടെ പറയുന്നത്. അതായത് എക്സസ് ആയി വരുന്ന, അമിതമായിട്ട് വരുന്ന ജലത്തിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഈ വാക്യൂളിൻ്റെ ഫങ്ഷൻ. ഇതിനൊരു കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിൻ്റെ ഒരു പേര് അവിടെ പറയുന്നുണ്ട്, ടോണോപ്ലാസ്റ്റ്. വാട്ട്സ് ദ നെയിം? ടോണോപ്ലാസ്റ്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഗോൾഗി കോംപ്ലക്സ്. ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഗ്ലാൻഡുലാർ സെല്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ഇറ്റ്സ് ഇൻ പ്ലെന്റി ഇൻ ഗ്ലാൻഡുലാർ സെൽസ്. ഇറ്റ് സെക്രീറ്റ്സ്, അവിടെ പറയുന്നുണ്ട്, സെക്രീഷൻസ് ലൈക്ക് എൻസൈംസ്, ഹോർമോൺസ് എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെൽ ഓർഗനൽസ് എന്നുള്ള ഭാഗത്തായിട്ട് വരുന്നത്. നമുക്കൊന്നുകൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. മൈറ്റോകോൺഡ്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ദെൻ റൈബോസോം, വാക്യൂൾ ആൻഡ് ഗോൾഗി കോംപ്ലക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെല്ലിനകത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കണു സെൽ മെമ്പേഴ്സിനെ കുറിച്ച്, അതായത് സെൽ ഓർഗനൽസിനെ കുറിച്ച്. ടീച്ചർ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 ഹോംവർക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളത് ഉടനെ തന്നെ ടീച്ചർക്ക് അത് അയച്ചു തരണം. 2 വർക്ക്ഷീറ്റുകൾ തരുന്നുണ്ട്. 2ഉം കൃത്യമായിട്ട് ഈ പാഠഭാഗം കേട്ട് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അത് നോക്കി അയച്ചു തരും കേട്ടോ. ഓക്കെ, താങ്ക് യു.